സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രവും സ്ഥൂല സാമ്പത്തിക ശാസ്ത്രവും തമ്മിലുള്ള വ്യത്യാസം നോക്കാം. അതിനു മുന്നേ നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് എക്കണോമിക്സിനെ തന്നെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് മൈക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം, രണ്ടാമത്തത് മാക്രോ എക്കണോമിക്സ് അല്ലെങ്കിൽ സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം. മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുമ്പോൾ ചെറിയ ഘടകങ്ങളെ കുറിച്ചാണ് പഠിക്കുക. അവിടെ ഇൻഡിവിജ്വൽസ്, കമ്പനികൾ, അതിനെക്കുറിച്ചൊക്കെ പഠിക്കുക. എന്നാൽ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വലിയ ഘടകങ്ങളെ കുറിച്ചാണ് പഠിക്കുക. രാജ്യം, രാജ്യത്തിന്റെ മൊത്തം സമ്പദ് വ്യവസ്ഥ, ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ മാക്രോ എക്കണോമിക്സിൽ പഠിക്കുന്നത്. എക്കണോമിക്സിനെ മൈക്രോ എക്കണോമിക്സ് എന്നും മാക്രോ എക്കണോമിക്സ് എന്നും രണ്ടായിട്ട് തരംതിരിച്ചിട്ടുള്ളത് നോർവേക്കാരനായിട്ടുള്ള റാഗ്നർ ഫ്രിഷ് ആണ്. മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ ചെറുത് അല്ലെങ്കിൽ സൂക്ഷ്മം എന്ന അർത്ഥം വരുന്ന മൈക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മൈക്രോ എന്ന പദം വന്നത്. ഒരു സമ്പദ് വ്യവസ്ഥയിലെ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ചുള്ള പഠനത്തിനെയാണ് നമ്മൾ സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയാം. അവിടെ വ്യക്തിഗത യൂണിറ്റുകളെയാണ് നോക്കുക കേട്ടോ, ഇൻഡിവിജ്വൽസിനെയാണ്. അതിൽ പ്രതിപാദിക്കുന്ന വിഷയങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒരു സാധനത്തിന്റെ വില, ഒരു ഉപഭോക്താവിന്റെ ഡിമാൻഡ്, ഒരു ഉൽപാദകന്റെ സപ്ലൈ തുടങ്ങിയവയാണ് ഇതിലെ വിഷയം എന്ന് പറയുന്നത്. സൂക്ഷ്മ സാമ്പത്തിക ശാസ്ത്രത്തിനെ നമ്മൾ വില സംവിധാനം എന്നുള്ള പേരിലും അറിയപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ പ്രൈസ് തിയറി. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വലുത് അല്ലെങ്കിൽ സ്ഥൂലം എന്ന അർത്ഥം വരുന്ന മാക്രോസ് എന്ന ഗ്രീക്ക് പദത്തിൽ നിന്നാണ് മാക്രോ എന്ന പദം വന്നത്. മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മൊത്തമായി നടത്തുന്ന പഠനമാണ് സ്ഥൂല സാമ്പത്തിക ശാസ്ത്രം എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ മൈക്രോ എക്കണോമിക്സിന്റെ കാര്യത്തിൽ പറഞ്ഞു, വ്യക്തിഗതമായിട്ട് അല്ലേ, അങ്ങനെയുള്ളൊരു പഠനമായിരിക്കും മൈക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. പക്ഷേ മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത് എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയെക്കുറിച്ച് മൊത്തമായിട്ട് നടത്തുന്ന പഠനമാണ് മാക്രോ എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിവിടെ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ വ്യക്തിഗത യൂണിറ്റുകളെ കുറിച്ച് പഠിക്കുന്ന പഠനമാണ്. പക്ഷേ മാക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സമ്പദ് വ്യവസ്ഥയെ കുറിച്ച് മൊത്തത്തിൽ പഠിക്കുന്ന പഠനമാണ്. ഇനി മാക്രോ എക്കണോമിക്സിലെ വിഷയങ്ങൾ എന്തൊക്കെയാണ് പ്രതിപാദിക്കുന്നതെന്ന് ചോദിച്ചാൽ, ഒരു സമ്പദ് വ്യവസ്ഥയിലെ മൊത്തം ഡിമാൻഡ്, മൊത്തം സപ്ലൈ, മൊത്തം വരുമാനം, അതുപോലെ തന്നെ മൊത്തം തൊഴിൽ, ഇതൊക്കെ അടങ്ങിയിട്ടുള്ളതാണ് മാക്രോ എക്കണോമിക്സിലെ വിഷയങ്ങൾ എന്ന് പറയുന്നത്.